സൂപ്പർ ഒരു മീൻകറി നമുക്ക് വെക്കാം. ഇതൊക്കെ അടുപ്പത്ത് വെച്ച് ഓണാക്കുക. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇന്ന് രാവിലെ വെച്ച കപ്പ വേവിച്ചതാണ്. കപ്പയും ഇറച്ചിയും കൂടി വേവിച്ചതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി. അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ല കരിഞ്ഞു പോകും. മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് ഒരു ചെറിയ തക്കാളി വേണം, അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. ഫ്രഷ് കരിവേപ്പില ഉണ്ടെങ്കിൽ ഫ്രഷ് കരിവേപ്പില തന്നെ ചേർക്കണേ. അപ്പോൾ അതാണ്ട് ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയേ. മല്ലിപ്പൊടി ഞാൻ ചേർക്കാറുണ്ട്, എല്ലാവരും മല്ലിപ്പൊടി ചേർക്കാറില്ല. ഇനി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് തീ അല്പം കൂട്ടി വെക്കണം. ഈ പൊടി നന്നായിട്ട് ഒന്ന് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതെല്ലാം ചെറിയ പീസ് പുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 പീസ് ഇട്ടിട്ടുണ്ട്. ആ ഒരു പുളി ആ വെള്ളത്തിലേക്കൊന്ന് നന്നായിട്ട് പിടിക്കുന്നിടം വരെ തിളപ്പിക്കാം. ചിലരൊക്കെ ഉള്ളി ചേർക്കാറുണ്ട്, ഞാൻ ഉള്ളി ചേർത്തിട്ടില്ല. നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു ഗ്ലാസ് മിച്ചമാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഒരു 1.5 ഗ്ലാസ് വരെ മാക്സിമം വെള്ളം ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് ഇതിലിടുമ്പോൾ അളവ് അറിയാം ഏകദേശം എത്ര വേണമെന്ന്. ഒരു 1.5 സ്പൂൺ അളവിലാണ് ഞാൻ ഇടുന്നത്. അല്ലാത്തവർ സ്പൂണിൽ അളന്നിടണം. ഒരു 1.5 സ്പൂണോളം ഇടുക. ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് അതിൽ ഇടുമ്പോൾ അളവ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നേരിട്ടിട്ടത്. ഉപ്പ് നോക്കുമ്പം ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ഇടാവുന്നതാണ്. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട്. നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. മൂടി വയ്ക്കാം. സാധാരണ ചിലർ മീൻകറിക്കകത്ത് തക്കാളി ഇടാറില്ല. ഞാൻ മീൻകറിക്കകത്ത് തക്കാളി ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മീൻകറി തക്കാളി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പുളിയും തക്കാളിയും ഇട്ടത്.
ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ, മനസ്സിലായോ? ഇതാണ് ഒലിവിൻ്റെ കായാണിത്. ഈജിപ്ഷ്യൻ്റെ ആണിത്. ഈജിപ്റ്റ് ഞങ്ങളിടയ്ക്ക് മേടിക്കാറുണ്ട്. ഇത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ഇതവർ കുറച്ച് ഉപ്പിലും വെള്ളത്തിലും ആയിട്ട് മുളകൊക്കെ ഇട്ട് വെക്കണതാണ്. നമുക്ക് ചുമ്മാ തിന്നാം, പിന്നെ ചോറ് കഴിക്കും, അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കയ്പുണ്ട് ചെറിയ, എന്നാലും ഹെൽത്തിന് നല്ലതായതുകൊണ്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ മീൻകറിയുടെ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ ഐക്കൂറയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഐക്കൂറയുടെ തൊലി പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദശ അതിൻ്റെ കൂടെ പോരുന്നതുകൊണ്ടാണ്. ഇത് ചെറിയ മീനാണ്, അതുകൊണ്ട് അതിൻ്റെ തൊലി എടുത്ത് കളഞ്ഞിട്ടില്ല. സോറി, അതിടയ്ക്ക് എൻ്റെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോയി. നമ്മുടെ മീൻകറി നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് തീ നല്ലപോലെ കൂട്ടി വെക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് തീ കുറച്ചിട്ട് മൂടി വയ്ക്കാവുന്നതാണ്. ഞാൻ അന്നേരം മൂടി വയ്ക്കാറില്ല, കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് തിളച്ചിട്ട് മാത്രമേ മൂടി വയ്ക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ഉളുമ്പ് ചവയ്ക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മൂടി വെച്ച് കഴിയുമ്പോൾ. കുക്കിങ്ങിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കപ്പ രാവിലെ വേവിച്ചതിൻ്റെ ബാക്കി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുവാണ്. നല്ല ടേസ്റ്റാണ്. അത് പച്ചക്കപ്പയല്ല, ഉണക്കക്കപ്പയാണ്. ഉണക്കക്കപ്പ വെള്ളത്തിൽ തിളപ്പിച്ച് ഇറച്ചിയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ സെപ്പറേറ്റ് തിളപ്പിച്ച് പിന്നെ ഒന്നിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മുടെ മീൻകറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ പുതിയ പാത്രം മേടിച്ചതാണ്. ഈ പാത്രം നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാണ്. പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് മീൻകറി വെക്കാനും അങ്ങനെ എന്തൊരു സാധനം ഇങ്ങനത്തെ വെക്കാൻ സൂപ്പറാണ്. ചട്ടിക്കകത്ത് മാത്രമല്ല മീൻകറി വെക്കാൻ പറ്റണം. ഇങ്ങനത്തെ ഇൻഡാലിയൻ പാത്രത്തിലും വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ഉപ്പ് നോക്കാം. ഉപ്പുണ്ട് ആവശ്യത്തിന്. വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചത് കൊണ്ട് നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് വേവട്ടെ. മീൻകറി തുറന്ന് നോക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കുബൂസ്? ഇത് സ്മോൾ കുബൂസാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടോ, അത്രയേ ഉള്ളൂ. ഇത് ആക്ച്വലി കിഡ്സിന് വേണ്ടിയിട്ട് ആയിട്ടാണ് അവരിതിനെ മേക്ക് ചെയ്യുന്നത്. വലിയ കുബൂസ് ഇവിടെ കിട്ടും. ഈ കുബൂസ് ചെറുതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇത് ഞങ്ങളിങ്ങനെ മേടിക്കുക. എന്നിട്ട് നമുക്ക് ഈ മീൻകറിയുടെ കൂട്ടത്തിൽ ഇത് അല്ലെങ്കിൽ ഇറച്ചിക്കറി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നൈറ്റിലൊക്കെ കഴിക്കാവുന്നതാണ്. കുബൂസ് കഴിച്ചാൽ വണ്ണം വയ്ക്കില്ലെന്നാണ് പറയണത്. വയറ് ഉള്ളവർക്കൊക്കെ കുബൂസ് കഴിക്കുന്നത് നല്ലതാണ്. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഉലുവ നമുക്ക് ട്രൈ ചെയ്യാം. നല്ല ഉപ്പുണ്ട്, പുളിയുണ്ട്, ചെറിയ എരിവുണ്ട്. നല്ല ടേസ്റ്റാണ്. മീൻകറി കണ്ട് ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ഗൈസ്, നമ്മുടെ അലയിൽ കിട്ടിയ ഒരു സൂപ്പർ മാങ്ങയാണ്. നല്ല ടേസ്റ്റാണ് ഈ മാങ്ങയ്ക്ക്, നല്ല മണമുണ്ട്. ഇത് 1/2 കിലോ ഉണ്ട്. ഈ ഒരെണ്ണം എന്ന് പറയുന്നത് 1/2 കിലോയുടെ അടുത്തുണ്ട്. നല്ല വെയിറ്റാണ്. കിലോയ്ക്ക് ഇതിന് നല്ല റേറ്റാണ് വരുന്നത്. 22 ദിർഹംസ് ഒക്കെ റേറ്റ് വരുന്ന മാങ്ങയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത്, എംബ്ലം വരുന്നത്. മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച്
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേശം വെളിച്ചെണ്ണ ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് നല്ല ടേസ്റ്റാണ് മീൻകറിക്ക്. ഒന്നും കൂടെ ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ് മീൻകറി നമുക്ക് ഓഫാക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻകറിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളൂ. ഐക്കൂറ പോലത്തെ മീനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനത്തെ മീൻകറി വെക്കുന്ന സമയത്ത് മുളക് മീൻകറി നമുക്ക് തേങ്ങ അരച്ച് വേണമെങ്കിലും വെക്കാം. പക്ഷേ ഈ മീൻകറിയാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പം കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കത് പ്രശ്നമായതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരേക്കും. ബൈ ബൈ.